മനുഷ്യ സംസ്കാരം എന്ന അഗ്നിപർവ്വതം, അതിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചെന്നായി സ്വഭാവത്തിൻ്റെ ലാവ, അതിനെ സംസ്കാരത്തിൻ്റെ തൊലി കൊണ്ട് മൂടുന്നവനാണ് സാഹിത്യകാരൻ. അപ്പോൾ വീണ്ടും ചോദ്യം വരികയാണ്, എന്താണ് സാഹിത്യത്തിൻ്റെ ധർമ്മം? ഞാൻ നിങ്ങളെ പഴയ നിയമത്തിലെ ഒരു കഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ യോഥാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. 9-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളാണ്. ഈ യോഥാം ഗരീസിം മലമുകളിൽ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടുകയാണ്. വിളിച്ചുകൂട്ടുന്നതിൻ്റെ പശ്ചാത്തലമുണ്ട്. ജനങ്ങൾ തിരഞ്ഞെടുത്ത അബിമേലെക്ക് എന്ന ക്രൂരനായ ഭരണാധികാരി യോഥാമിൻ്റെ കുടുംബത്തിലെ 70 പേരെ ക്രൂരമായി കൊന്നുകളഞ്ഞ വേദനയുടെ പശ്ചാത്തലത്തിലാണ് യോഥാം ഇസ്രായേൽക്കാരെ മുഴുവൻ ഗരീസിം മലയിൽ വിളിച്ചു കൂട്ടുന്നത്. അവിടെ ഗരീസിം മലയിൽ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്നത് വാളെടുത്ത് വിട്ടലല്ല, മറിച്ചൊരു കഥ പറയുകയാണ്. സ്വന്തം കുടുംബാംഗങ്ങളെ വാളിനിരയാക്കിയ ക്രൂരനായ ഒരു ഭരണാധികാരിക്കെതിരെ അദ്ദേഹം വിപ്ലവത്തിന് ഒരുങ്ങുന്നില്ല, അദ്ദേഹം ഒരു കഥ പറയുകയാണ്. കഥ ഇതാണ്: വൃക്ഷങ്ങളെല്ലാം ചേർന്ന് ആദ്യം മുന്തിരിച്ചെടിയെ സമീപിച്ചു, ഞങ്ങളുടെ രാജാവാകാമോ? മുന്തിരി പറഞ്ഞു, ജനങ്ങൾക്ക് ഏറ്റവും വിശിഷ്ടമായ മുന്തിരിച്ചാറ് കൊടുക്കുകയാണ് എൻ്റെ ധർമ്മം, രാജാവാകുകയല്ല. വൃക്ഷങ്ങൾ വീണ്ടും അത്തിവൃക്ഷത്തെ സമീപിച്ചു. അപ്പോൾ അത്തിമരം പറഞ്ഞു, എൻ്റെ ഏറ്റവും വിലപ്പെട്ട അത്തിപ്പഴം ജനങ്ങൾക്ക് കൊടുക്കുക എന്ന എൻ്റെ ധർമ്മം, അതുകൊണ്ട് രാജാവാകാൻ ഞാനില്ല. വീണ്ടും വൃക്ഷങ്ങൾ ഒലിവു മരത്തെ സമീപിച്ചു. ഒലിവു മരം പറഞ്ഞു, എൻ്റെ വിലപ്പെട്ട എണ്ണ, ഔഷധ ഗുണമുള്ള എണ്ണ ജനങ്ങൾക്ക് കൊടുക്കുകയാണ് എൻ്റെ ധർമ്മം, അതുകൊണ്ട് രാജാവാകാൻ ഞാനില്ല. അവസാനം മുൾപ്പടർപ്പ് വന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രാജാവാകാം, ഞാൻ നിങ്ങളുടെ രാജാവാകാമെന്ന് പറഞ്ഞ അർഹതയില്ലാത്ത മുൾപ്പടർപ്പ് രാജഭരണം ഏറ്റെടുത്ത കഥയാണ് യോഥാം പറയുന്നത്. അദ്ദേഹം ഈ കഥ പറയുന്നതിൻ്റെ പുറകിൽ വലിയ ഒരു ചരിത്ര സത്യമുണ്ട്. ഈ സത്യം എന്താണ്? അധർമ്മിയായ രാജാവിനെ തിരഞ്ഞെടുത്തവരുടെ ചിന്താശൂന്യത അക്രമമായി മാറിയപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തിളച്ച ചെന്നായി സ്വഭാവത്തിൻ്റെ ലാവയെ സംസ്കാരത്തിൻ്റെ തൊലി കൊണ്ട് മൂടി അതിനെ മനോഹരമായ ഒരു കഥയാക്കി പരിവർത്തിപ്പിച്ചതിൻ്റെ കഥയാണ്. റോസാ ചെടിയുടെ ചുവട്ടിൽ നമ്മളിട്ട് കൊടുക്കുന്നത് ചാണകവും പച്ചിലവളവുമാണ്. റോസാ ചെടി അതെല്ലാം വലിച്ചെടുത്തിട്ട് നമുക്ക് തരുന്നത് മനോഹരമായ പുഷ്പങ്ങളാണ്. കുരീപ്പുഴ ശ്രീകുമാർ എന്ന മലയാള കവി പറയും, അദ്ദേഹം തൻ്റെ ഒരു കൃതിയിൽ ഇപ്രകാരം പറയുന്നതാണ്: വാക്കരിയുന്നോരടുപ്പിൽ നിന്നും തീക്കനൽ കോരി ഞാൻ തിന്നിടുമ്പോൾ പൂക്കുന്നതെന്താണ് കൂട്ടുകാരി, ഓർക്കാപ്പുറത്തൊരു ചെമ്പരത്തി. ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിൽ ഇതിനെ കഥാർസിസ് എന്ന് പറയും. വികാര വിമലീകരണം, വികാര വിരേചനം. വീണ്ടും നമ്മുടെ ചോദ്യം, സാഹിത്യകാരന്മാർക്ക് സമൂഹത്തിൽ എന്താണ് റോള്? സാഹിത്യന്മാരെ കുറിച്ചും തത്വചിന്തകരെ കുറിച്ചുമുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇതാണ്: അവർ ആംചെയറിലേക്ക് ഇരുന്ന് ഏറ്റവും സുഖജീവിതം നയിക്കുകയും മനുഷ്യന് ഉപകാരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്യും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണോ? അവർക്കെതിരെയൊരു അക്യൂസേഷനാണ്. സാഹിത്യകാരനും തത്വചിന്തകൻ്റെയും കാരിക്കേച്ചർ വരയ്ക്കുമ്പോൾ അവിടെ വരയ്ക്കുന്നത് ആംചെയറിൽ ചാരിക്കിടന്ന് മനുഷ്യന് ഉപകാരമില്ലാത്ത, മധ്യകാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു മുട്ടുസൂചിത്തുമ്പിലെത്ര മാലാഖമാർക്ക് നൃത്തം ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചിന്തിച്ചിരുന്നെന്ന്. എന്നാൽ നമ്മൾ ലോക ചരിത്രമൊന്ന് പരിശോധിക്കുക. സാമൂഹ്യ മാറ്റത്തിന് രാസത്വരകമായി വർത്തിച്ച അനേകം വ്യക്തികളെ കാണാൻ പറ്റും. അമേരിക്കയിലെ ആഭ്യന്തര സമരം, യുദ്ധം നടക്കുമ്പോൾ, അടിമത്ത നിരോധനം നടന്നു കഴിയുമ്പോൾ എബ്രഹാം ലിങ്കൺ എന്ന മഹാനായ പ്രസിഡന്റ് ഒരു കൊച്ചു സ്ത്രീയെ ചേർത്ത് നിർത്തിയിട്ട് പറയും, ദിസ് ലിറ്റിൽ ലേഡി ഇഫക്റ്റഡ് അമേരിക്കൻ സിവിൽ വാർ. ആ സ്ത്രീയുടെ പേരാണ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ. അങ്കിൾ ടോംസിൻ്റെ ക്യാബിൻ എന്നുള്ള ആ നോവലിലൂടെ അടിമത്തത്തിനെതിരെ അമേരിക്കയിൽ ഒരു ജനകീയ തരംഗമുണ്ടാക്കി അടിമത്തം തെറ്റാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരു സ്ത്രീയാണ്. വോൾട്ടയറും റൂസോയും മൊണ്ടസ്കിയുമല്ലേ സമത്വം, സാഹോദര്യം എന്നൊക്കെയുള്ള ആശയങ്ങൾ
ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ച ഫ്രഞ്ച് വിപ്ലവത്തിന് രാസത്വരകമായിട്ട് വർത്തിച്ചത്. കാൾ മാർക്സ് അതുകൊണ്ട് പറയും, ആശയം ഒരു ഭൗതിക ശക്തിയാകും അത് ജനഹൃദയങ്ങളെ തൊടുമ്പോൾ. എ കോൺട്രിബ്യൂഷൻ ടു ദ ക്രിട്ടിക് ഓഫ് ഹേഗൽസ് ഫിലോസഫി ഓഫ് റൈറ്റ് 1884 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ മാർക്സ് എഴുതും, ആൻ ഐഡിയ ബിക്കംസ് എ മറ്റീരിയൽ ഫോഴ്സ് വെൻ ഇറ്റ് ഗ്രിപ്സ് ദ മാസസ്. ആശയം ഒരു ഭൗതിക ശക്തിയാകും അത് ജനങ്ങളെ തൊടുമ്പോൾ. നമ്മുടെ നാട്ടിൽ പണ്ട് ONV കുറിപ്പ് പാടി, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. ഇതെഴുതുമ്പോൾ ONVയോ അത് പാടി ആരെങ്കിലും ചിന്തിച്ചോ നമ്മൾ കൊയ്ത വയലൊക്കെ നമ്മുടേതാകുമെന്ന്? ജന്മിക്കുടിയാൻ വ്യവസ്ഥ അതിൻ്റെ രൂക്ഷഭാവങ്ങൾ നരസിംഹാവതാരം പൂണ്ട് പടയണി ആടിത്തിമിർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ONV എഴുതുന്നത്, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. ഭൂപരിഷ്കരണ നിയമം ഗൗരിയമ്മ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ്. കുടിയാന്, കൃഷിക്കാരന് കൃഷിഭൂമി എന്നുള്ള. അതിനും വർഷങ്ങൾക്ക് മുമ്പ് അയ്യങ്കാളി പറഞ്ഞു, പാഠമില്ലെങ്കിൽ പാഠമില്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് പാഠം പഠിപ്പിക്കാൻ ഇവിടെ വിദ്യാലയങ്ങളില്ലെങ്കിൽ അധ്യാപകരിൽ നിങ്ങളുടെ പാടത്ത് പണിയില്ല. പാഠമില്ലെങ്കിൽ പാഠമില്ല. ഞങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് കുരുതിപ്പുല്ല് മുളയ്ക്കുമെന്ന് പറഞ്ഞ അയ്യങ്കാളി അവസാനം കേരളത്തിലെ പുലയ സമുദായത്തിൽപ്പെട്ടവർക്ക് സാർവത്രിക വിദ്യാഭ്യാസ അവകാശം നേടിയെടുക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ പ്രക്ഷോഭത്തെ എത്തിക്കുന്നുണ്ട്. പഞ്ചമി എന്ന് പറയുന്ന പെൺകുട്ടിയെ ആദ്യം ക്ലാസ്സിലേക്ക് അയ്യങ്കാളി കൊണ്ടുവരുമ്പോൾ അവിടെ ഇരുത്താൻ സമ്മതിക്കുന്നില്ല സവർണജാതിക്കാർ. ആ പഞ്ചമി ഇരുന്ന ബെഞ്ച് കത്തിച്ചു കളയുന്നതായിട്ട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് പാഠമില്ലെങ്കിൽ പാഠമില്ലെന്ന് പറഞ്ഞ ആ അയ്യങ്കാളിയുടെ പിന്മുറക്കാർ KR നാരായണനെ പോലുള്ളവർ ഇന്ത്യയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് നടന്നു കയറി നമ്മൾ ഓർക്കുന്നു. പാഠവും ഉണ്ടായി. ജസ്റ്റിസ് KG ബാലകൃഷ്ണനെ പോലുള്ളവർ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി. അങ്ങനെ സമത്വബോധത്തിൻ്റെ ബെഞ്ചുകളിലിരുന്ന് കേരളം പഠിച്ചതിൻ്റെ കഥയ്ക്ക് പിന്നിൽ സാഹിത്യകാരന്മാരും തത്വചിന്തകരുമുണ്ട്. എങ്ങനെയാണ് കവികളും സാഹിത്യകാരന്മാരും ഈ നവോത്ഥാനത്തെ ത്വരിതഗതിയിലാക്കിയത്, വേഗത്തിലാക്കിയത്? ഒരു നിർവചനം പറയാം. ആരാണ് കവി, ആരാണ് സാഹിത്യകാരനെന്ന് ചോദിക്കുമ്പോൾ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവികളിൽ ഒരാളായ കാളിദാസൻ പറയും, രുദിതാനുസാരി കവി. രുദിതാനുസാരി കവി എന്ന് പറഞ്ഞാൽ നിലവിളി കേട്ട് വരുന്നവനാണ് കവി. ക്രൗഞ്ചപക്ഷികളുടെ നിലവിളി കേട്ട് ആദികവിയായ വാൽമീകി വന്നിട്ട് പറഞ്ഞു, മാനുഷാദ അരുത് കാട്ടാള എന്ന് പറഞ്ഞു. അങ്ങനെ അരുത് കാട്ടാള എന്ന് പറഞ്ഞ് ഒരു പക്ഷിയുടെ നിലവിളി കേട്ട് വന്നവനാണ് കവി. നമ്മുടെ നാട്ടിലും അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെയും അധകൃത വിഭാഗങ്ങളുടെയും കരച്ചിൽ കേട്ട് വന്നിട്ട് അവരുടെ കഥകളെ യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിച്ച് കേരളത്തിൽ അവർക്കൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ കവികളും സാഹിത്യകാരന്മാരും ശ്രമിച്ചിട്ടുണ്ട്. ഈ കരച്ചിൽ കേട്ട് വന്നപ്പോൾ, പാവപ്പെട്ട പുലയർക്ക് വഴി നടക്കാൻ അവകാശമില്ലാതെ വന്നപ്പോൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്ന നമ്മുടെ വിഖ്യാതനായ കവി പാടി, നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും വെറും പുല്ലല്ല സാധു പുലയൻ. നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കളയല്ല വെറും കാട്ടുപുല്ലല്ല സാധു പുലയൻ. നിനക്കിഷ്ടമുള്ള പോലെ പറിച്ചു മാറ്റാനുള്ള കളയല്ല എന്ന് ഈ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് എഴുതുകയാണ്. സ്ത്രീകളുടെ കാര്യം എടുക്കുക. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം തൻ്റെ ആദ്യകാല കൃതികളിൽ സ്ത്രീകളെക്കുറിച്ച് എഴുതുന്ന കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ, അടുക്കളച്ചക്കികളും പേറ്റി യന്ത്രങ്ങളുമായിരുന്ന സ്ത്രീകൾ. അങ്ങനെയുണ്ടായിരുന്ന ഒരവസ്ഥയിൽ ഈ VT ഭട്ടതിരിപ്പാടുവിനെ പോലുള്ള വ്യക്തികൾ, MRB നമ്പൂതിരിയെ പോലുള്ള വ്യക്തികൾ, അവർ കേരളത്തിലെ സ്ത്രീകളുടെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു? കേരളത്തിലെ മലയാള ഭാഷയിലെ ചില പദപ്രയോഗങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഭാഷ ഒരേ സമയം നമ്മെ രൂപപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന പ്രതിഭാസമാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഭാഷ ഒരേ സമയം നമ്മെ രേഖപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്ന പ്രതിഭാസമാണ്. സിമോൺ ദ ബൂവേ എന്ന് പറയുന്ന ഫെമിനിസത്തിൻ്റെ പരമാചാര്യ
ഫെമിനിസത്തിൻ്റെ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം എഴുതി. ദ സെക്കൻഡ് സെക്സ്, രണ്ടാം ലിംഗം, സ്ത്രീ എപ്പോഴും രണ്ടാമതാണെന്ന് പറഞ്ഞ സമൂഹത്തെ അവൾ അതേപോലെ തന്നെ പ്രതിനിധീകരിച്ചു. പ്ലേറ്റോ തൻ്റെ തിമയൂസിൽ എഴുതി സ്ത്രീ സെക്കൻഡ് ക്രിയേഷനാണ്, ഇൻഫീരിയറാണ്. അരിസ്റ്റോട്ടിൽ എഴുതി തൻ്റെ ഫിസിക്സ് എന്ന കൃതിയിൽ ഫിസിയോളജിക്കൽ റീസൺസിൻ്റെ പേരിൽ സ്ത്രീ രണ്ടാമതാണ്. കാരണം ഗർഭപാത്രവും ആർത്തവവും ഒക്കെ ഉള്ളവളാണ് അവൾ രണ്ടാം തരക്കാരിയാണ്, ഇൻഫീരിയറാണ്. ഇപ്പം നമ്മുടെ മലയാള ഭാഷ, ഞാൻ പറഞ്ഞു, ഭാഷയിലാണ് ഈ പറയുന്ന സ്ത്രീയെ രേഖപ്പെടുത്തിയിരിക്കുന്ന രീതികൾ ശ്രദ്ധിക്കുക. നമ്മുടെ ചില കവിതകൾ എടുക്കുക. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ നിനക്ക് അഭിനന്ദനം. സ്ത്രീ എന്ന് പറഞ്ഞാൽ കണ്ണീർ തുള്ളിയാണ്. 1990-കൾ 2000-ലും നമ്മുടെ ചാനലുകളിൽ നിറഞ്ഞു നിന്ന സ്ത്രീ സീരിയൽ കണ്ണീർ പരമ്പരകൾ ഓർക്കുക. പണ്ട് ഷേക്സ്പിയർ പറഞ്ഞത് തന്നെ, ഫ്രയൽറ്റി യുവർ നെയിം ഈസ് വുമൺ. മലയാളത്തിലേക്ക് അത് വിവർത്തനം, ചാബല്യമേ നിൻ പേർ സ്ത്രീ, അങ്കുശമില്ലാത്ത ചാബല്യമേ നിന്നെ അങ്കന എന്ന് ഞാൻ വിളിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഒരു പേട്രിയാർക്കൽ ഡോമിനേറ്റഡ് സൊസൈറ്റി, പുരുഷാധിപത്യപരമായ സമൂഹം സ്ത്രീകൾക്ക് കൽപ്പിച്ചു കൊടുത്ത മാർജിനലൈസ്ഡ് സ്പേസ് ഉണ്ട്. ആ സ്പേസാണ് സ്ത്രീയെ രണ്ടാം കിടക്കാരാക്കിയത്. വീണ്ടും നമ്മുടെ ഭാഷയിലെ പഴഞ്ചൊല്ലുകളൊന്ന് പരിശോധിക്കാം. നമ്മുടെ നാട്ടിൽ അത്ര നല്ല പഴഞ്ചൊല്ലുകളല്ല. മണ്ണും പെണ്ണും ചവിട്ടും തോറും നന്നാകും. ഒരു പഴഞ്ചൊല്ലാണ്, മണ്ണും പെണ്ണും ചവിട്ടും തോറും നന്നാകും. അല്ലെങ്കിൽ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട്. എന്തുകൊണ്ടാണ് അങ്ങാടിയിൽ തോറ്റാൽ അപ്പനോടില്ലാതാകുന്നത്? അമ്മയെ തല്ലിയാലും 2 പക്ഷം. എന്തുകൊണ്ട് അപ്പനെ തല്ലിയാൽ 2 പക്ഷമില്ലാത്ത? വീണ്ടും നാരകം നട്ടിടവും നാരി നടിച്ചിടവും മുടിയുമെന്നാണ് നമ്മുടെ നാട്ടുനടപ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹിസ്റ്ററി എപ്പോഴും ഹിസ്റ്റോറിയാണ്, ഹെയർ സ്റ്റോറിയല്ല. വീണ്ടും നമ്മൾ മലയാളത്തിൽ പറയും അവനവൻ്റെ കാര്യം. ആരെങ്കിലും അവളുടെ കാര്യമെന്ന് പറയാനുണ്ടോ? ഇല്ല, പറയാറില്ല. കാരണം പുരുഷാധിപത്യ സമൂഹം ഭാഷയെ അതിൻ്റെ ഒരു ടൂളായിട്ട്, ചട്ടുകമായിട്ട് ഉപയോഗിക്കുമ്പോൾ എല്ലാ പ്രയോഗങ്ങളും പുരുഷാധിപത്യ സമൂഹമാകും. ഈ കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം എഴുതുമ്പോൾ അതിൽ ഈ ശകുന്തള എന്ന് പറയുന്ന നായിക, ബാക്കി എല്ലാവരും സംസ്കൃത നാടകമാണത്, ബാക്കി എല്ലാവരും സംസ്കൃതത്തിൽ സംസാരിക്കുമ്പോൾ ഈ ശകുന്തള അവൾ സ്ത്രീയാണ്, അവൾക്ക് സംസ്കൃതം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ അഭിജ്ഞാന ശാകുന്തളത്തിൽ അവൾ സംസാരിക്കുന്ന പ്രാകൃത ഭാഷയിലാണ്. അതുപോലെ തന്നെ ശകുന്തളയുടെ മോതിരം കുളത്തിൽ വീണ് കിട്ടുന്ന മുക്കുവൻ, അവന് സംസാരിക്കുന്ന പ്രാകൃത ഭാഷയാണ്. കാരണം അവൾ സ്ത്രീയാണ്. വീണ്ടും നമ്മുടെ ഭാരതീയ ഇതിഹാസങ്ങളിലേക്ക് എടുത്തുനിന്ന് പോവുക. ഭാരതീയ ഇതിഹാസങ്ങളിലെ, പുരാണങ്ങളിലെ വിദ്യാദേവത, വാഗ്ദേവത സരസ്വതിയാണ്, ഒരു സ്ത്രീ ദൈവമാണ്. പക്ഷേ സ്ത്രീ വിദ്യ അഭ്യസിക്കാൻ പാടില്ലെന്ന് എത്രയോ വർഷങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ നാട്ടുനടപ്പുണ്ടായിരുന്നു. ഭാരതീയ പുരാണത്തിൽ ധനത്തിൻ്റെ ദേവത ലക്ഷ്മിയാണ്. പക്ഷേ പിതൃസ്വത്തിൽ സ്ത്രീക്ക് അവകാശം കിട്ടിയിട്ട് എത്ര കാലമായി? 1955 മുതൽ 55-56 കാലഘട്ടത്തിൽ നെഹ്റു നിർബന്ധം പിടിച്ചിട്ടാണ് ഹിന്ദു കോഡ് ബില്ല് അവതരിപ്പിക്കുന്നതും സ്ത്രീക്ക് അവകാശം കിട്ടുന്നതും. നമ്മുടെ ക്രൈസ്തവ സ്ത്രീകൾക്ക് പിതൃസ്വത്തിൽ അവകാശം കിട്ടി അധികം കാലമായിട്ടില്ല. മേരി റോയ് എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് നമ്മുടെ അരുന്ധതി റോയുടെ അമ്മയാണ്. ഇവിടെ കളത്തിപ്പടിയിലുള്ള പള്ളിക്കൂടം എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയിരുന്ന മേരി റോയ് 1986 മേരി റോയ് വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ആ കേസ് വിജയിച്ചിട്ടാണ്, അല്ലെങ്കിൽ 5000 രൂപയാണ് സ്ത്രീകൾക്ക് പിതൃസ്വത്തിൽ അവകാശം ഉണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കേസ് വിജയിച്ച് എല്ലാവർക്കും, സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അവകാശങ്ങളുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ കഥ അതിലും കഥനകഥയാണ്. നമ്മൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഷുക്കൂർ വക്കീലിനെ കണ്ടു. തൻ്റെ ഭാര്യയായ ഷീനയെ വീണ്ടും വിവാഹം കഴിക്കേണ്ടി വന്നു. കാരണം എന്താണ്? തൻ്റെ സ്വത്ത് സഹോദരന്മാർക്ക് പോകാതിരിക്കുന്ന തൻ്റെ പെൺമക്കൾക്ക് കിട്ടാൻ വേണ്ടി വീണ്ടും പുനർവിവാഹം കഴിക്കേണ്ടി വന്ന 1934 സമസ്ത കേരള ജമയ്യത്തുൽ ഉലമയുടെ മണ്ണാർക്കാട് സമ്മേളനമുണ്ട്. മാർച്ച് 10 നടന്ന അന്നൊരു പ്രമേയം പാസ്സാക്കുന്നു. ഒരു പ്രമേയം ഇതാണ്: പെൺകുട്ടികളെ എഴുത്ത് പഠിപ്പിക്കുന്നത് അനഭിലഷണമാണ്, അത് പ്രോത്സാഹിപ്പിക്കരുത്. 1934 സമസ്ത കേരള ജമയ്യത്തുൽ ഉലമ മണ്ണാർക്കാട് സമ്മേളനത്തിൽ പാസ്സാക്കിയ പ്രമേയം 2 ദിവസം മുമ്പ് നമ്മൾ പത്രത്തിൽ വായിച്ചു. താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ പാസ്സാക്കുകയാണ്. എന്താണ്? പെൺകുട്ടികൾ 3ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി.
ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. ആദ്യം പ്രഹസനമായി, പിന്നെ ദുരന്ത നാടകമായി. മാർക്സിൻ്റെ പരാമർശം. വീണ്ടും മുസ്ലിം സമുദായത്തിൽ യുദ്ധയിരിക്കലുണ്ട്. ഭർത്താവ് മരിച്ചാൽ ഭാര്യ 4 മാസം ദുഃഖാചരണം പ്രഖ്യാപിച്ച് കാത്തിരിക്കണം. അതിനു പുറകിൽ മറ്റ് പല കാരണങ്ങളുണ്ട്. വീണ്ടും നമ്മുടെ ഭാരതത്തിലെ സ്മൃതികളെക്കുറിച്ച് എടുക്കുക, മനുസ്മൃതി എടുക്കുക. കുമാരനാശാൻ ഈ സ്മൃതികളെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? തരുണീ പാദജ ഗർഹിണീ സ്മൃതി. അധകൃതരെയും സ്ത്രീകളെയും നിന്ദിക്കുന്ന സ്മൃതി എന്നാണ്. മനുസ്മൃതി എടുത്ത് വായിക്കുക. പിതോ രക്ഷതി കൗമാരേ ഭർത്രോ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. കൗമാരത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പുത്രനും അവളെ സംരക്ഷിക്കുക. അതുകൊണ്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ട. 1829 വില്യം ബെൻഡിങ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് വൈസ്രോയ് സതി നിരോധിക്കുന്നുണ്ട്. അത് നിരോധിച്ച് 158 വർഷങ്ങൾക്ക് ശേഷം 1987 രാജസ്ഥാനിലെ ദേവ്ലാല ഗ്രാമത്തിൽ രൂപ് കൻവർ എന്ന് പറയുന്ന 18 വയസ്സുള്ള ഒരു ടീനേജുകാരിയാണ് നിർബന്ധിത സതിക്ക് വിധേയയായി. കാരണം എന്താണ്? രജപുത്രർക്കിടയിൽ ഒരു അന്ധവിശ്വാസം. സതീദേവി കുടുംബത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും. ഒരു കുടുംബത്തിൽ സതീദേവി ഉണ്ടായി, നാട്ടിൽ സതീദേവി ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകില്ല, വറുതി ക്ഷാമം ഉണ്ടാകില്ല, കന്നുകാലികൾക്ക് പാലധികം ഉണ്ടാകും, വിളവധികം ഉണ്ടാകും, നാട് സമൃദ്ധമാകും. സൂപ്പർസ്റ്റിഷൻസ് വാലിഡേറ്റിംഗ് ഇമ്മോറൽ മോറൽ പ്രാക്ടീസസ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില. എന്തുകൊണ്ട് സതീദേവൻ എന്തുകൊണ്ടുണ്ടാവുന്നില്ല? മരിച്ച പുരുഷൻ്റെ തല മടിയിൽ വെച്ച് ഈ പറയുന്ന യുവതി ഭാര്യ ചിതയിലിരിക്കും. അവൾ എഴുന്നേറ്റ് പോകാതിരിക്കാൻ ചിലപ്പോൾ പാലിൽ ഭങ്ക് പോലുള്ള മയക്കുമരുന്ന് കലർത്തി കൊടുക്കും. അവിടെ ഇരുന്നോളും. കേരളത്തിൽ സതി ഉണ്ടായതായിട്ട് നമുക്കറിയില്ല. പക്ഷേ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മോശപ്പെട്ട ഇടങ്ങളിലൊന്നായിരുന്നു നമ്മുടെ കേരളം. വള്ളത്തോൾ തൻ്റെ ഒരു കൃതിയിൽ ഇതിനെക്കുറിച്ച് എഴുതുന്നത് എങ്ങനെയാണ്? പത്തായത്തിലെ വിത്ത് പോലെ അന്തർജനം, പത്തായത്തിലെ വിത്ത് പോലെ അന്തർജനം, വെളിച്ചം കാണാത്ത അന്തർജനം. വി ടി ഭട്ടതിരിപ്പാട് സ്ത്രീ ശാക്തീകരണത്തിനായി ലഘുലേഖകൾ എഴുതി. ആദ്യം ഇത് അന്തർജനങ്ങൾ കൊണ്ടേ കൊടുത്തപ്പോൾ അപ്പോൾ തിരിച്ചറിയുന്നു അവർക്ക് വായിക്കാൻ അറിയില്ല, അവർക്ക് വായിക്കാൻ അറിയുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൻ്റെ മുറ്റത്ത് സ്റ്റേജ് കെട്ടി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊരു നാടകം കളിച്ചു. അദ്ദേഹം നാടകം എഴുതി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അന്തർജനങ്ങളുടെ ജീവിതം പ്രമേയമാക്കി നാടകമാക്കി അവരെ കർട്ടന് പുറകിൽ നിന്ന് കർട്ടന് മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേജിലേക്ക് അന്നത്തെ യാഥാസ്ഥിതികരായ വ്യക്തികൾ, സവർണ മാടമ്പിമാർ വെടിവെക്കുന്നുണ്ട്, നിറയൊഴിക്കുന്നുണ്ട്. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. മുസ്ലിം സമുദായത്തിൽ തന്നെ നിലമ്പൂർ ആയിഷ എന്ന് പറയുന്ന ആദ്യകാലൊരു നാടകം നടിയുണ്ട്. കേരളത്തിൽ അനേകം പ്രാവശ്യം മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ഒരാളാണ്. 2007 മംഗലപ്പുഴ സെമിനാരിയുടെ പ്ലാറ്റിനം ജൂബിലി വന്നപ്പോൾ അവിടെ നടന്ന കോഴിക്കോട് ഖാൻകാവിൽ നിലയത്തിൻ്റെ നാടകത്തിലെ ഒരു മുഖ്യ കഥ അവർ നേരിൽ കണ്ടിട്ടുണ്ട്. ഈ നിലമ്പൂർ ആയിഷ ആദ്യകാലത്ത് അഭിനയിക്കാനായിട്ട് പോകുമ്പോൾ മഞ്ചേരിയിൽ വെച്ച് അവർക്ക് നേരെ വെടിയുതിർക്കുന്നുണ്ട്. അവരും ഭാഗ്യത്തിന് രക്ഷപ്പെടുകയാണ്. ഇങ്ങനെ നരകമായിരുന്നു സ്ത്രീകളുടെ അവസ്ഥ. അതുകൊണ്ടാണ് എം ആർ ഭട്ടതിരി അദ്ദേഹം ഒരു കൃതി എഴുതും, മറയ്ക്കുടയ്ക്കുള്ളിലെ മഹാനരകം. സ്ത്രീകളുടെ ജീവിതത്തെ പ്രതിപാദിക്കുന്ന കൃതി മറയ്ക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന് പറയുന്നു. കുമാരനാശാൻ 1919 ചിന്താവിഷ്ടയായ സീത എഴുതുമ്പോൾ അദ്ദേഹം അന്ന് എഴുതിയത് ഇന്നും ബാധകമാണ്. തന്നെ തട്ടിക്കൊണ്ടുപോയ രാവണൻ, ആ രാവണൻ്റെ സംശയത്തിൻ്റെ പേരിൽ രാമൻ സീതയെ ഉപേക്ഷിക്കുമ്പോൾ സീത തിരിച്ച് രാമനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതിങ്ങനെയാണ്: പടു രാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ? ഈ പറയുന്ന രാക്ഷസൻ എൻ്റെ ശരീരം കണ്ട് മോഹിച്ചത് എൻ്റെ തെറ്റാണോ? പിന്നെ എന്തിനാണ് എന്നെ ഉപേക്ഷിക്കുന്നത്? ഉത്തരമില്ല. ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഡൽഹിയിൽ നിർഭയ എന്ന് പറയുന്ന പെൺകുട്ടി, അത് നമ്മളിട്ട് കൊടുത്ത പേരാണ്. അവൾ ക്രൂരമായ പീഡനത്തിനിരയായപ്പോൾ ചില സദാചാര പോലീസുകാർ വന്ന് ചോദിച്ചു, എന്തിനാണ് രാത്രി പെൺകുട്ടികൾ പുറത്തിറങ്ങുന്നത്? നിർഭയ തിരിച്ചു ചോദിക്കുന്നു, പടു രാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ? യു പിയിലെ ഹത്രാസിൽ അവിടെ ദളിത് പെൺകുട്ടികൾ പീഡനത്തിനിരയായി. വൈകിട്ട് 7 മണിക്ക് വയലിലേക്ക് പോയതാണ്. അവിടെയുള്ള
നമ്മുടെ BJP MLA ശ്രീവാസ്തവ ചോദിക്കുകയാണ്, എന്തിനാണ് അവർ രാത്രി വയലിലേക്ക് പോയത്? ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്ന് പറയുന്ന ശൗചാലയം എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കാരനാണ്. ഈ പാവപ്പെട്ട ദളിത് സ്ത്രീകൾക്ക് ശൗചാലയങ്ങളില്ല, ഇരുളിൻ്റെ മറവിലാണ് അവർക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് തിരിച്ചറിയാതെ ചോദിക്കുകയാണ്, എന്തിനാണ് രാത്രി പുറത്തേക്ക് പോകുന്നത്? സ്വച്ഛ് ഭാരതും ശൗചാലയവും ബേട്ടി പഠാവും അതൊക്കെ അന്തരീക്ഷത്തിലെ നെടുങ്കൻ വാക്യങ്ങളായി തൂങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ രാത്രിയാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ദളിത് പെൺകുട്ടികൾക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാതെ എന്തുകൊണ്ട് ഈ ശ്രീവാസ്തവ ചോദിക്കുന്നു, എന്തിനാണ് അവർ പുറത്തു പോയത്? ഹത്രാസിലെ ദളിത് പെൺകുട്ടികൾ ചോദിക്കും, പടുരാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ? വീണ്ടും നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബസന്ത് എന്ന് പറഞ്ഞ ന്യായാധിപനുണ്ടായിരുന്നു. സൂര്യനെല്ലിക്കേസിലെ പെൺകുട്ടിയോട് അദ്ദേഹം കോടതിയിൽ ചോദിച്ചതാണ്, 40 ദിവസങ്ങളുടെ നീ എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല? ഒരുപക്ഷെ ഒരുതരം ബാലവേശി എന്നവളെ മുദ്ര കുത്തുമ്പോൾ ഇന്നവൾ ചോദിക്കും, പടുരാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ? ഈ ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹം ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളിയാണ്. അദ്ദേഹം ഈ പറയുന്ന പുരുഷാധിപത്യ സമൂഹത്തെ ചോദ്യം സ്ത്രീ സ്വാതന്ത്ര്യം സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ കവിതയാണ് യശോധര. യശോധര ബുദ്ധൻ്റെ അല്ലെങ്കിൽ ബുദ്ധൻ്റെ പൂർവാശ്രമത്തിൽ അദ്ദേഹം കപിലവസ്തുവിലെ സിദ്ധാർത്ഥ രാജകുമാരനാണ്. സിദ്ധാർത്ഥൻ്റെ ഭാര്യയാണ് യശോധര. ഒരു സുപ്രഭാതത്തിൽ തന്നെയും തൻ്റെ മകനായ രാഹുലിനെ ഉപേക്ഷിച്ച് പോയ ബുദ്ധൻ തിരിച്ചു വരുമ്പോൾ യശോധര ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. ഇങ്ങനെയാണ്, തിരിച്ചു വരുന്ന ബുദ്ധനെ ചോദ്യം ചെയ്യുന്ന യശോധര, നാരീ പുരുഷന് ചങ്ങല മാത്രമോ, ഒന്നു വലിച്ചാൽ കിലുങ്ങുന്ന ചങ്ങല. ബോധോദയം കിട്ടിയ ബുദ്ധനോട് ചോദിക്കുന്ന ചോദ്യമാണ് നാരീ പുരുഷന് ചങ്ങല മാത്രമോ എന്നുള്ളതാണ്. ലളിതാംബിക അന്തർജനത്തെക്കുറിച്ച് പറയും, വള്ളത്തോൾ പറഞ്ഞതുപോലെ പത്തായത്തിലെ വിത്ത് പോലെ വെളിച്ചം കാണാതെ കിടക്കുന്ന അന്തർജനങ്ങൾ ഒരാളായിരുന്നു ലളിതാംബിക. പഠിക്കാനുള്ള ആഗ്രഹം. KP അപ്പൻ പറയും, ജിജ്ഞാസയാണ് പ്രതിഭയുടെ ആത്മാവെന്ന്. ഈ അന്തർജനം, ലളിതാംബിക അന്തർജനം ചെറുതായിരിക്കുമ്പോൾ അടുക്കളയിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും വെച്ച പാത്രങ്ങൾക്കിടയിൽ ഒരു ചെറിയ കല്ല് പെൻസിൽ സൂക്ഷിച്ച് രചനകൾ എഴുതി സൂക്ഷിച്ചൊരു കഥാപാത്രമാണ്. കേരളത്തിൽ 67 കൊല്ലമായി കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ട് ഇത്രയും നാളായിട്ട് നമുക്കൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടോ എന്നുള്ളത് നവോത്ഥാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറ്റൊരു ചോദ്യമാണ്. ഇത്രയും നാളായിട്ട് നമുക്കൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടോ? ഒരു KPCC പ്രസിഡന്റ് വനിതയുണ്ടായിട്ടുണ്ടോ? ഒരു CPM ജനറൽ സെക്രട്ടറി വനിതയായിട്ടുണ്ടോ? 1987 തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ ഇടതുമുന്നണി ഉയർത്തിയ മുദ്രാവാക്യം കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടുമെന്നായിരുന്നു. KR ഗൗരിയമ്മ. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ നായനാർ മുഖ്യമന്ത്രിയായി. വിമോചന സമരത്തിൻ്റെ കാലത്തെ മുദ്രാവാക്യങ്ങൾ ആവർത്തിക്കപ്പെട്ടു. ഗൗരി ചോത്തി പെണ്ണല്ലേ പുല്ല് പറിക്കാൻ പോയിക്കൂടെ എന്നായി. കേരളം മുഴക്കിയ മുദ്രാവാക്യങ്ങൾ എന്ന പുസ്തകത്തിൽ ഇതുപോലെ സ്ത്രീവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴുവനുണ്ട്. ഗൗരി ചോത്തി പെണ്ണല്ലേ പുല്ല് പറിക്കാൻ പോയിക്കൂടെ. വീണ്ടും അവരുടെ ഭർത്താവായ TV തോമസിനെയും വെറുതെ വിടുന്നില്ല. ഗൗരി ചോത്തിയെ വേളി കഴിച്ചൊരു റൗഡി തോമസ് സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. CPM ഈ ഗൗരിയമ്മയെ കുറച്ച് നാൾ ശേഷം പുറത്താക്കുന്നുണ്ട്. അന്ന് മലയേന്ദ്രൻ ചുള്ളിക്കാട് ഗൗരി എന്ന പറഞ്ഞൊരു കവിത എഴുതുന്നുണ്ട്. കവിത എങ്ങനെയാണ്, മതി ഗൗരിയമ്മയെ കൊടിതാഴെ വയ്ക്കൂ, ഒരു പട്ടുടുക്കൂ, കൊടുങ്ങല്ലൂർ ചെല്ലൂ, ഒരു കാവു തീണ്ടു. അടുത്ത വരിയാണ് അതിലും മനോഹരം. ഫലിതത്തിനെന്നും നമ്പൂരി നല്ലൂ, സമരത്തിനെന്നും അടിയാത്തി വേണം. നമ്പൂതിരി EMS ആണ്. ഫലിതത്തിനെന്നും നമ്പൂരി നല്ലൂ, സമരത്തിനെന്നും അടിയാത്തി വേണമെന്നുള്ളത്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ അന്നും ഇന്നും വലിയ മാറ്റമില്ലാതെ തുടരുകയാണ്. നവോത്ഥാനം, സാഹിത്യകാരന്മാർ ഉയർത്തിയ നവോത്ഥാനം അന്ന് കൊളുത്തിയ വിളക്കുകൾ കരിന്തിരി കത്തി തുടങ്ങുന്നുണ്ടോ? മലബാറിലേക്ക് പോയി കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. ചിലപ്പോൾ ഭർത്താവിൻ്റെ ഫോട്ടോയാണ്, ഭാര്യയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, പക്ഷേ ഇന്നയാളുടെ ഭാര്യ എന്നൊരു ഭർത്താവിൻ്റെ ഫോട്ടോയാണ് ഫ്ലെക്സിൽ വയ്ക്കുക. അപ്പോൾ സ്ത്രീ പത്തായത്തിലെ വിത്ത് പോലെ വെളിച്ചം കാണാതെ കിടന്ന സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ മഹത്തായ സാഹിത്യകാരന്മാരും ചിന്തകരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. കുറേയൊക്കെ അതിന് ഫലമുണ്ടായെങ്കിലും ഇന്നും അത്തരം
പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ബാക്കി കിടക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടെ ഞാൻ സംസാരിക്കുക. രണ്ടാമതായിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുക, ഈ സാഹിത്യം സമഭാവനയും സമത്വബോധവും യാഥാർത്ഥ്യമാക്കി എന്നുള്ളതാണ്. വിവിധ തലങ്ങളിൽ സമഭാവനയും സമത്വബോധവും യാഥാർത്ഥ്യമാക്കി എന്നുള്ളതാണ്. ഫ്രഞ്ച് ചിന്തകനായ മിഷേൽ ഫുക്കോ പറയും, മാൻ ഈസ് എ റീസെൻ്റ് ഇൻവെൻഷൻ. മനുഷ്യൻ അടുത്ത കാലത്ത് കണ്ടുപിടിക്കപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ചിന്തയുള്ള അവകാശങ്ങളുള്ള ഒരു വ്യക്തി, പ്രജയിൽ നിന്ന് പൗരനിലേക്ക് രൂപാന്തരം വന്ന വ്യക്തി കണ്ടുപിടിക്കപ്പെട്ട അധികം കാലമായിട്ടില്ല. അപ്പം നവോത്ഥാനം ഈ സമഭാവനയും സമത്വവും കൊണ്ടുവരുവാൻ ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവസങ്കല്പങ്ങളെ പുനർനിർവചിച്ചു എന്നുള്ളതാണ്. പ്രോസസ് ഫിലോസഫിയുടെ ആചാര്യനായ A.N. വൈറ്റ് പറയും, there is only one dogma in debate, what do you mean by God? വിവാദപരമായ ഒരു വിശ്വാസത്തിനേ ഉള്ളൂ ദൈവം എന്തു എന്നതുകൊണ്ട് നിങ്ങൾ എന്ത് അർത്ഥമാക്കുന്നു. ഇവിടെ എൻ്റെ ബേസിക് അസംഷൻ ഇതാണ്, the changes in God concept that may affect human flourishing. ദൈവസങ്കല്പങ്ങളുള്ള വ്യത്യാസം മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതിയെ അത് ബാധിക്കും, ചിലപ്പോൾ പോസിറ്റീവായിട്ടും ചിലപ്പോൾ നെഗറ്റീവായിട്ടും. ഈ ദൈവസങ്കല്പങ്ങളുള്ള മാറ്റം യുക്തിരഹിത മതത്തിൽ നിന്ന് യുക്തിസഹിത മതത്തിലേക്കുള്ള മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ജർമ്മൻ റിഫോർമേഷൻ നടന്നപ്പോൾ ലൂതർ പറയും, റീസൺ ഈസ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ഡെവിൾ. യുക്തി പിശാചിൻ്റെ ദാസിയാണ്. ഈ ഫീതയിസ്റ്റ് ടെൻഡൻസീസ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. യുക്തിയില്ലാത്ത യുക്തിരഹിതമായ മതം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറയാം. വസൂരി വന്നാൽ ചികിത്സിക്കില്ല. അന്ന് അത് അമ്മ വിളയാട്ടമാണ്, ദേവിയുടെ പ്രസാദമാണെന്ന് കരുതി അനേകരും മരണത്തിന് വിട്ടുകൊടുത്തൊരു നാടാണ് നമ്മുടെ നാട്. ഈ ദൈവസങ്കല്പത്തിൻ്റെ നവീകരണങ്ങൾ, അനീതി നിറഞ്ഞ സാമൂഹ്യ വ്യവസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവസങ്കല്പങ്ങളുടെ തിരുത്തലുകൾ, ജാതിയെ സാധൂകരിക്കുന്ന സ്മൃതികളും ശ്രുതികളുമൊക്കെ തിരുത്തിക്കൊണ്ടാണ്, ദൈവസങ്കല്പങ്ങളെ തിരുത്തിക്കൊണ്ടാണ് ഇവിടെ നവോത്ഥാനം സാധ്യമായത്. ഭഗവത്ഗീതയിൽ നമ്മൾ വായിക്കും, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, ഞാനാണ് ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചതെന്നാണ് ഭഗവാൻ പറയുക. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ശിരസിൽ നിന്ന് ബ്രാഹ്മണനും, കൈകളിൽ നിന്ന് ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയനും, ഉദരഭാഗത്തു നിന്ന് വൈശ്യനും, അധോ ഭാഗത്തു നിന്ന് ശൂദ്രനും ജനിച്ചു എന്നൊക്കെ പറയുന്ന അനീതിയെ വ്യവസ്ഥാപിതമാക്കുന്ന, ന്യായീകരിക്കുന്ന ഒരു ചിന്ത. ബ്രഹ്മാവിൻ്റെ തലയിൽ നിന്ന് ബ്രാഹ്മണൻ, അധോ ഭാഗത്തു നിന്ന് ശൂദ്രൻ. അപ്പോൾ അടുത്ത ചോദ്യം അത് ചോദിക്കുന്നത് തന്തൈപ്പെരിയൂർ തമിഴകത്തെ നവോത്ഥാന നായകനായ E.V. രാമസ്വാമിയാണ്. അദ്ദേഹം ചോദിക്കുക, അപ്പോൾ ഈ പറയുന്ന പുലയനും പറയനും ഒക്കെ എവിടെ നിന്ന് ജനിച്ചു? അപ്പോൾ പറയും, അദ്ദേഹം തന്നെ ഉത്തരം പറയും, അവരൊക്കെ അവനവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നു എന്നാണ് അവർ പറയുക. അപ്പോൾ ദൈവസങ്കല്പം, അനീതി നിറഞ്ഞ ദൈവസങ്കല്പങ്ങൾ ചിലപ്പോൾ ഇവിടെ നടക്കുന്ന ജാതി വ്യവസ്ഥയെ സാധൂകരിച്ചു വാലിഡേറ്റ് ചെയ്തു എന്നുള്ളതാണ്. 1924 വൈക്കം സത്യാഗ്രഹത്തിന് നടക്കുമ്പോൾ E.V. രാമസ്വാമി വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യ നാഗമ്മാളുമുണ്ട്. അവരെന്ന് പ്രസംഗിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പട്ടിക്കും പൂച്ചയ്ക്കും പന്നിക്കും നടക്കാവുന്ന വഴിയിൽ എന്തുകൊണ്ടും മനുഷ്യന് നടന്നുകൂടാ? ചോദ്യമാണ്. പട്ടിക്കും പൂച്ചയ്ക്കും പന്നിക്കും നടക്കാവുന്ന വഴിയിൽ എന്തുകൊണ്ട് മനുഷ്യൻ നടന്നുകൂടാ? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് നിരോധിക്കപ്പെട്ട റോഡിലൂടെ കോട്ടൺ സാഹിബ് ബ്രിട്ടീഷുകാരൻ വരികയാണ്, കൂടെ ഒരു ഈഴവനുണ്ട്. അപ്പോൾ ആരും അദ്ദേഹത്തെ തടയുന്നില്ല. കോട്ടൺ സാഹിബിൻ്റെ കൂടെ വന്നതുകൊണ്ട് ഇഴവനെ ആരും തടയുന്നില്ല. ഇത് കണ്ടപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, കന്നിൻ തോൽ കാലിൽ ചേർന്നാൽ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട്. കന്നിൻ തോൽ എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ തൊലി കൊണ്ട് ചെരുപ്പുണ്ടായി കഴിഞ്ഞാൽ അതിന് പ്രവേശനമില്ല. എന്നാൽ കന്നിൻ തോൽ ചെണ്ടയിലായാൽ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയും, സായിപ്പിൻ്റെ ഭരണം കൊണ്ട് ഗുണങ്ങളുണ്ടായിട്ടുണ്ടെന്ന്. ശൂദ്രൻ സായിപ്പിൻ്റെ കൂടെ വന്നപ്പോൾ അവന് പ്രവേശനമുണ്ട്. കന്നിൻ തോൽ കാലിൽ ചേർന്നാൽ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. കന്നിൻ തോൽ ചെണ്ടയിലാകുമ്പോൾ, ചെണ്ടയുടെ കൊട്ടാവുന്ന ഭാഗമാകുമ്പോൾ അതിന് പ്രവേശനമുണ്ട്. നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം CRPC 1861 IPC ഇന്ത്യൻ പീനൽ കോഡ് നിലയിൽ വന്ന ശേഷം 1882 CRPC കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ നിലവിൽ വന്ന ശേഷം സന്യാസം ഉയർന്ന ജാതിക്കാർക്ക് മാത്രമാണെന്ന് പറഞ്ഞ ആ വ്യവസ്ഥയെ തിരുത്തി എഴുതുമ്പോഴാണ് ഗുരു പറയുക, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. ഇങ്ങനെ സമഭാവനയില്ലാത്തൊരു ലോകമായിരുന്നു നമ്മുടേത്. അംബേദ്കറിനെ കുറിച്ച് നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അദ്ദേഹം മഹർ സമുദായക്കാരനാണ്.
ഈ മഹർ സമുദായക്കാർ പുറത്ത് പകൽ സഞ്ചരിക്കാൻ പാടില്ല, കാരണം അവരുടെ നിഴൽ വീണാൽ ഭൂമി അശുദ്ധമാകും. സഞ്ചരിക്കുമ്പോൾ പുറകിലൊരു ചൂല് കെട്ടി തൂക്കണം. എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ നടക്കുന്ന കാൽപ്പാടുകൾ മാച്ചു കളഞ്ഞുകൊണ്ട് വേണം പോകാൻ. കഴുത്തിൽ ഒരു ചിരട്ട കെട്ടി തൂക്കും. നിലത്ത് തുപ്പാൻ പാടില്ല, ഭൂമി അശുദ്ധമാകും. അങ്ങനെ നടന്നിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഗാന്ധിയോട് ചില സമയത്ത് കലഹിക്കുന്നുണ്ട്. 1936 അംബേദ്കർ എഴുതിയ ദ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി ഉന്മൂലൻ എന്ന് പറയുന്ന അവിഖ്യാതമായ ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങൾ, രേഖകളുണ്ട്. ദളിത് വിമോചനത്തിൻ്റെ സൈറൺ മുഴക്കി അംബേദ്കർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ഗാന്ധി പറഞ്ഞു, ദളിത് വിമോചന പ്രവർത്തനങ്ങൾ ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ വൈകിക്കുമെന്ന് പറയുമ്പോൾ അംബേദ്കർ പറയുകയാണ്, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്, ഞങ്ങൾക്ക് മാതൃഭൂമിയില്ല. കാരണം എന്താണ്? ഇവിടെ അവർക്ക് ബ്രിട്ടീഷുകാർ പോയാൽ പൊളിറ്റിക്കൽ ഫ്രീഡം കിട്ടും, പക്ഷേ സോഷ്യൽ ഫ്രീഡം കിട്ടില്ല. പൊതുവഴിയിലൂടെ നടക്കാനും പൊതുകുളത്തിൽ നിന്ന് കുടിക്കാനും അവകാശമില്ലാത്തവന് പൊളിറ്റിക്കൽ ഫ്രീഡം കിട്ടിയിട്ട് എന്ത് കാര്യം? വെളുത്ത സായിപ്പ് പോയാൽ കറുത്ത സായിപ്പ് വരുമെന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ അംബേദ്കർ പറയുകയാണ്, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്, ഞങ്ങൾക്കൊരു മാതൃഭൂമിയില്ല. അദ്ദേഹം 1927 മഹാരാഷ്ട്രയിൽ 1000ഓളം അനുയായികളായിട്ട് വന്ന് മഹഡ് പ്രദേശത്തെ ചൗഡാൽ കുളത്തിലിറങ്ങി വെള്ളം കൈകൊണ്ട് തൊടുകയും അത് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മതഗ്രന്ഥങ്ങളിലെ മനുഷ്യവിരുദ്ധ പരാമർശങ്ങൾ അതിനെ വെല്ലുവിളിച്ചിട്ടാണ് നവോത്ഥാന നായകന്മാർ ഇവിടെ സമഭാവന കൊണ്ടുവന്നത്. മനുസ്മൃതിയിലൊരു ശ്ലോകമുണ്ട്, ബ്രാഹ്മണോ മമ ദൈവതം എന്ന് അവസാനിക്കുന്ന ശ്ലോകമാണ്. ശ്ലോകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദൈവം മന്ത്രാധികാരത്തിന് കീഴ്പ്പെട്ടതാണ്, മന്ത്രാധികാരം ബ്രാഹ്മണന് കീഴ്പ്പെട്ടതാണ്, അതിനാൽ ദൈവം മന്ത്രാധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, അതുകൊണ്ട് ആ ബ്രാഹ്മണൻ എൻ്റെ ദൈവമാണ്. ബ്രാഹ്മണോ മമ ദൈവതം എന്ന് അവസാനിക്കുന്ന ഇത് വായിച്ചിട്ട് കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ വീട്ടി ഭട്ടതിരിപ്പാട് പറയും, ഇതെഴുതിയ ആൾക്ക് ഏതോ ഒരു നമ്പൂതിരി മനയിലെ കാര്യസ്ഥൻ്റെ വായ്നാറ്റം ഉണ്ടെന്ന്. ഏതോ നമ്പൂതിരി മനയിലെ കാര്യസ്ഥൻ ആശ്രിതനാണ്, അവൻ എഴുതിയതാണ് നമ്പൂതിരിയെ ദൈവമാക്കുന്ന, ദൈവത്തിന് മുകളിലും പ്രതിഷ്ഠിക്കുന്നൊരു കാര്യം. അവിടെയാണ് യോഗക്ഷേമ സഭ എന്ന് പറയുന്ന കേരളത്തിലെ നവോത്ഥാന ശ്രമം നമ്പൂതിരിമാർക്ക് വേണ്ടി അവർ പറഞ്ഞു, നമ്പൂതിരിയെ മനുഷ്യനാക്കുക. കാരണം നമ്പൂതിരി ദൈവത്തിന് മുകളിൽ, അവൻ മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞു, അവനെ പിടിച്ച് താഴേക്ക് ഇറക്കുക, അവനെ പച്ചമണ്ണിൽ ചവിട്ടി നടത്തുക. അപ്പുറത്ത് പുലയനും മനുഷ്യനാക്കുക എന്നുള്ള സമാന്തര പ്രവർത്തനം അയ്യങ്കാളിയൊക്കെ നടത്തുന്നുണ്ട്. മുകളിലേക്ക് പോയ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന് പറഞ്ഞ് മുകളിൽ താഴേക്ക് ഇറക്കുമ്പോൾ ഇപ്പുറത്ത് പുലയനെ മനുഷ്യനാക്കുക. നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ, അവനെ പറിച്ചു കളയാൻ പറ്റില്ല. പന്നിക്കും പട്ടിക്കും നടക്കാവുന്ന വഴിയിലൂടെ മറ്റു ആളുകൾക്ക് നടക്കാമെങ്കിൽ ഈ പുലയൻ എന്തുകൊണ്ട് നടന്നുകൂടെന്ന് ചോദിക്കുന്നത് നാഗമ്മാളാണ്. അപ്പം അനീതി നിറഞ്ഞ ദൈവാധിപത്യത്തിന് പകരമായി നമ്മുടെ നാട്ടിൽ നവോത്ഥാന സംഘടനകൾ സമഭാവനയുടെ, നിങ്ങൾ സഹോദരൻ അയ്യപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹത്തിൻ്റെ സമഭാവന എന്ന് പറയുന്ന ഒരു കവിതയാണ്, നിരീശ്വരവാദിയാണ്. SNDP യോഗത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അവർ പ്രാർത്ഥനയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരുന്നത് നിരീശ്വരവാദിയായ സഹോദരൻ അയ്യപ്പൻ എഴുതിയ സമഭാവന എന്ന കവിതയാണ്. അതിൽ 1-2 വരികൾ ഞാൻ ആലപിക്കാം. നമ്മളൊക്കെ സ്കൂളിൽ ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാണെന്നൊക്കെ പാടാറുണ്ട്. അതുപോലെ SNDPയുടെ ആദ്യകാല പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഉപയോഗിച്ച കവിയാണ് ഇത്. MK സാനുവിൻ്റെ നവോത്ഥാന വിചാരങ്ങൾ എന്ന കൃതിയിൽ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. വലുതിന്നിര ചെറുതെന്നതു മൃഗജീവിത നിയമം, ചെറുതിൻ തുണ വലുതെന്നത് തന്നെ നരധർമ്മം. സഹോദരൻ അയ്യപ്പൻ എഴുതുന്നതാണ്, വലുതിന്നിര ചെറുതെന്നത് മൃഗജീവിത നിയമം, ചെറുതിൻ തുണ വലുതെന്നത് തന്നെ നരധർമ്മം. വലുതിൻ്റെ ഇര ചെറുതെന്നത് അത് മാത്സ്യന്യായമാണ്. വലിയ മീൻ ചെറിയ മീനിനെ വിഴുങ്ങുന്ന, തിമിംഗലം സ്രാവിനെ വിഴുങ്ങുന്ന സ്രാവ് അതിലും ചെറുതിനെ വിഴുങ്ങുന്ന, തന്നിലെളിയത് തനിക്കിര, ഇത് മാത്സ്യന്യായമാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണെന്ന ലോകനിധിയാണ്, മൈറ്റ് ഈസ് റൈറ്റ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ഡാർവീനിയൻ പരികൽപ്പന, അർഹതയുള്ളവൻ്റെ അതിജീവനം, ശക്തിയുള്ളവൻ വിജയിക്കുകയും ബലഹീനൻ ചവിട്ടിയരയ്ക്കപ്പെടുകയും ചെയ്യുന്നൊരു വ്യവസ്ഥിതി. അപ്പോഴാണ് സഹോദരൻ അയ്യപ്പൻ എന്നെഴുതുക, വലുതിന്നിര ചെറുതെന്നത് മൃഗജീവിത നിയമം, ചെറുതിൻ തുണ വലുതെന്നത് തന്നെ നരധർമ്മം. ഇതുതന്നെയാണ് വീണ്ടും ഉള്ളൂര് ബൈബിൾ പ്രചോദിതനായിട്ട് എഴുതുന്നൊരു കവിതയുണ്ട്. അടുത്തു നിൽപ്പോ ഒരു അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. മാനവസേവ മാധവസേവയാണ്, മനുഷ്യസേവ ഈശ്വരസേവയാണെന്ന് നവോത്ഥാന നായകർ പറഞ്ഞു വെച്ചു.
ഫ്രഞ്ച് ചിന്തകനായ ലെവിനാസ്, ലിത്വേനിയക്കാരനാണ്, അദ്ദേഹം എഴുതും, സെൽഫ് ഈസ് ദ ഹോസ്റ്റ് ഓഫ് ദ അതർ. സ്വത്വം അപരന് ആതിഥേയനാണ്. അദ്ദേഹം വീണ്ടും എഴുതും, എവിടെയാണ് വെളിപാട് കാണേണ്ടത്? ദ എപ്പിഫനി ഓഫ് ഗോഡ് എവിടെയാണ് കാണേണ്ടത്? അത് അപരൻ്റെ മുഖത്താണ്. ധനഹ, പ്രത്യക്ഷീകരണം, വെളിപാട് അപരൻ്റെ മുഖത്താണ്. അതുകൊണ്ട് അദ്ദേഹം പറയും, എത്തിക്കൽ മറ്റേണിറ്റി, ധാർമ്മിക മാതൃത്വം, അപരനെ ഒരു ഗർഭപാത്രം കുഞ്ഞിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് പോലെ അപരനെ സംരക്ഷിക്കേണ്ടത്. അത് അദ്ദേഹം എഴുതുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്, ഹിറ്റ്ലറിൻ്റെ നാസി ക്രൂരതകൾക്കിടയിലാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ നവോത്ഥാന നായകർ എഴുതി, ചെറുതിൻ തുണ വലുതെന്നത് തന്നെ നരധർമ്മം. അപ്പോൾ രണ്ട് തരം പ്രവർത്തനം നടക്കുന്നുണ്ട്. നമ്പൂതിരിയെ മനുഷ്യനാക്കുന്നു, പുലയനെ മനുഷ്യനാക്കുന്നു. ഒരാളെ മുകളിൽ താഴേക്ക് വലിച്ചിറങ്ങുന്നു, പച്ചമണ്ണിൽ ചവിട്ടി നടക്കാൻ പ്രേരിപ്പിക്കുന്നു. രണ്ടാമത്തെ ആളെ അടിഞ്ഞു കിടന്ന മണ്ണിൽ നിന്ന് എടുത്തുയർത്തി. നിങ്ങൾ കായൽ സമ്മേളനത്തെക്കുറിച്ച് ഇന്നലെ കേട്ടു. നാട്ടിൽ കൂടാൻ അനുവാദമില്ലാത്തതുകൊണ്ട് കൊച്ചി കായലിൽ വള്ളങ്ങൾ കൂട്ടി നിരത്തി പലകകൾ വെച്ച് രാത്രി കായൽ സമ്മേളനം നടത്തിയ വ്യക്തികളെക്കുറിച്ച്. അന്ന് അവരെ പ്രചോദിപ്പിച്ചൊരു വ്യക്തിയുണ്ട്, കവിതിലകൻ KP കറുപ്പൻ മാസ്റ്റർ. അദ്ദേഹം 1885 ചേരാനല്ലൂർ ജനിച്ച ഒരാളാണ്. ഇടപ്പള്ളിക്കടുത്ത് ചേരാനല്ലൂർ ഒരു ധീവര കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. 1912 നടന്ന പുലയ മഹാസഭയുടെ പ്രക്ഷോഭണത്തിൽ അദ്ദേഹം എഴുതിയൊരു കവിത, പദ്യപത്രികയുണ്ട്. അതിങ്ങനെയാണ്: പശുക്കളെ അടിച്ചെന്നാൽ ഉടമസ്ഥർ തടുത്തിയിടും, പുലയരെ അടിച്ചെന്നാൽ ഒരുവനുമില്ല. റോട്ടിലെങ്ങാനും നടന്നാൽ ആട്ടുകൊള്ളും, അതുകൊണ്ട് തോട്ടിലേക്കിന്നിറങ്ങിയാൽ കല്ലേറുകൊള്ളും. പുലയൻ്റെ അവസ്ഥയാണ്. 1908 കൊച്ചിയിൽ ഒരു കാർഷിക പ്രദർശനം നടക്കുന്നുണ്ട്. അന്ന് കൊച്ചി ദിവാനായ ജോസഫ് ബോർ അതിൽ സംബന്ധിക്കുന്നുണ്ട് മുഖ്യ അതിഥിയായിട്ട്. ഈ KP കറുപ്പൻ മാസ്റ്റർ പ്രഭാഷകനായിട്ട് ചെല്ലുമ്പോൾ ഈ കാർഷിക വിഭവങ്ങൾ മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയത് പുലയരാണ്. എന്നാൽ ഈ പ്രദർശനത്തിൽ അവർക്ക് പങ്കെടുക്കാനോ തിരിച്ച് അത് കാണാനോ വാങ്ങാനോ ഉള്ള അവകാശങ്ങളില്ല. ഈ പരാതി പറഞ്ഞ, സങ്കടം പറഞ്ഞ ഈ KP കറുപ്പൻ മാസ്റ്ററുടെ അപേക്ഷ കേട്ട് ജോസഫ് ബോർ പുലയർക്കും വന്ന് പ്രവേശനം അനുവദിക്കുന്നുണ്ട്. വീണ്ടും നവോത്ഥാനത്തിൻ്റെ മറ്റൊരു വഴി ഭാഷയുടെ നവീകരണമുണ്ട്, അച്ചടിയുണ്ട്. അച്ചടി അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം കൊണ്ടുവന്നു. അറിവിൻ്റെ വ്യാപനം, ഡെമോക്രാറ്റൈസേഷൻ ഓഫ് നോളജ് എന്ന് പറയുന്ന ഈ പ്രക്രിയ അത് നടന്നത് അച്ചടിയിലൂടെയാണ്. കോവിലകങ്ങളിലും പ്രഭുഗൃഹങ്ങളിലും രാജകുടുംബങ്ങളിലും മാത്രം ഒതുങ്ങിയിരുന്ന അറിവിനെ സാർവത്രികവൽക്കരിച്ച ഒരു പ്രതിഭാസമായിരുന്നു അച്ചടി. വേദം പഠിച്ച ശൂദ്രൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്നൊരു പാരമ്പര്യം ഉണ്ടായിരുന്നൊരു കാലം. ശൂദ്രമക്ഷര സംയുക്തം ദൂരതാ പരിവർജയിൽ, അക്ഷരം പഠിച്ച ശൂദ്രനെ അകറ്റി നിർത്തിയിരുന്നൊരു കാലം. അറിവ് പ്രഭു കുടുംബങ്ങളിലും രാജാക്കന്മാർക്കും മാത്രം, താളിയോലകൾ മാത്രം ഒതുങ്ങിയിരുന്ന കാലം. അച്ചടി അറിവിനെ ജനാധിപത്യവൽക്കരിക്കുന്നു, അറിവിനെ വ്യാപകമാക്കുന്നു. ഡെമോക്രാറ്റൈസേഷൻ ഓഫ് നോളജ് സംഭവിക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസം വ്യാപകമാവുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭാരതത്തിൻ്റെ, മലയാളത്തിൻ്റെ ആധുനിക കവിത്രയത്തിലെ വള്ളത്തോളെഴുതും, ഇരുളിലാണ്ട് കിടക്കുന്ന പാഴ്ക്കുടിലുകൾ ഒരുപാടുണ്ടല്ലോ നിങ്ങളുടെ ചുറ്റിലും, അതിങ്കലൊരു വെളിച്ചത്തെ കാണിപ്പാനായി സുതരെ ജ്വലിപ്പിക്കും നിങ്ങൾ തൻ വിജ്ഞാനത്തെ. അറിവിൻ്റെ സാർവത്രിക വ്യാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന. വീണ്ടും ഭാഷയുടെ നവീകരണം വഴി നവോത്ഥാനം ഉണ്ടാകുന്നുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഭാഷ ഒരേ സമയം നമ്മെ രേഖപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നവോത്ഥാനം എന്ന് പറയുന്നത് ആചാര ഭാഷയിൽ നിന്ന് സ്വാഭിമാന ഭാഷ ഉണ്ടായതിൻ്റെ കഥ കൂടിയാണ്. എന്താണ് ആചാര ഭാഷ? പുലയൻ്റെ ഭക്ഷണം അത് ഭാഷയിൽ കരിക്കാടിയാണ്. നമ്പൂതിരിയുടെ ഭക്ഷണമോ അമൃതേത്താണ്. നമ്മൾ ഭാഷയിൽ പദങ്ങൾ എടുക്കുക. തിരുമേനി, നമ്പൂതിരി നമ്മൾ തിരുമേനി എന്ന് വിളിക്കും. രാജാവിനെയും തിരുമേനി എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ വിളിക്കുമ്പോൾ അത് വെറും കുളിയാണ്. രാജാവ് വിളിക്കുമ്പോൾ പള്ളി നീരാട്ടാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ വെറും ഉറക്കമാണ്. നമ്മൾ പോത്ത് പോലെ കിടന്നുറങ്ങുമ്പോൾ രാജാവ് പള്ളി ഉറക്കമാണ്. എന്നും വാപൊത്തി നിന്ന് റാൻ അടിയൻ എന്നൊക്കെ പറഞ്ഞ് ശീലിച്ചവർ തിരിഞ്ഞു നിന്ന് ഞാൻ എന്ന് പറഞ്ഞതിൻ്റെ കഥ കൂടിയാണ്. ആചാര ഭാഷയെ സ്വാഭിമാന ഭാഷയാക്കി വീണ്ടെടുത്തതിൻ്റെ കഥയാണ്. അപ്പോൾ ഈ ആചാര ഭാഷ സ്വാഭിമാന ഭാഷയാകുമ്പോൾ there is an exercise of subjectivity, ഒരുത്തൻ്റെ കർത്തൃത്വത്തിൻ്റെ പ്രകാശനമുണ്ട്. നിങ്ങൾ ഇന്ദുലേഖ എടുത്ത് വായിക്കുക. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. ഈ നോവലിൽ ഇന്ദുലേഖ നായർ സ്ത്രീയാണ്. സൂര്യ നമ്പൂതിരിപ്പാട് അവിടെ വരുമ്പോൾ സാധാരണ വാപത്തിൽ നിന്ന് റാൻ എന്നോ അടീൻ എന്നൊക്കെ പറയുന്ന ആ പറയേണ്ട ഇന്ദുലേഖ സൂര്യ നമ്പൂതിരിക്ക് തിരിഞ്ഞു നിന്ന് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ സൂര്യ നമ്പൂതിരിപ്പാട് ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്.
ഇത് ജാതി ശരീരത്തിൽ നിന്ന് പൗരശരീരത്തിലേക്കുള്ള ഒരുവൻ്റെ കയറ്റമാണ്. തിരുവിതാംകൂർ രാജവാഴ്ചക്കാലത്ത് ശ്രീ ചിത്തിര തിരുനാൾ തിരുമേനി, അദ്ദേഹം തിരുമനസ് എന്ന എല്ലാവരും അങ്ങനെയാണ് അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ ചിത്തിര തിരുനാൾ തിരുമനസ്സുകൊണ്ട്. എന്നാൽ കേസരി ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ എഴുതി മിസ്റ്റർ ബാലരാമവർമ്മ. അമേരിക്കയിലൊക്കെ ഒബാമയെയും ക്ലിൻ്റനെയും ബൈഡനെയും ഒക്കെ നമ്മൾ മിസ്റ്റർ പ്രസിഡന്റ് എന്നാണ് വിളിക്കുക. നമ്മുടെ നാട്ടിൽ അങ്ങനെയായിരുന്നില്ല. ശ്രീ ചിത്തിര തിരുനാൾ തിരുമനസ്സുകൊണ്ട് പള്ളി ഉറങ്ങുന്ന, പള്ളി നീരാട്ടിന് പോകുന്ന, അമൃതയത്ത് കഴിക്കുന്ന അദ്ദേഹത്തെ അങ്ങനെ തന്നെ വിളിച്ചിരുന്നു. എന്നാൽ കേസരി ബാലകൃഷ്ണപിള്ള മിസ്റ്റർ ബാലരാമവർമ്മ എന്ന് വിളിക്കുമ്പോൾ അവിടെ ചരിത്രം തിരുത്തപ്പെടുകയാണ്. ഭരണാധികാരിയെ നാവിടത്ത് വിളിക്കാൻ അവകാശമില്ലാത്ത പ്രജയല്ല ഞാൻ, അവകാശങ്ങളുള്ള പൗരനാണ് എന്ന് പറയണം. ഭാഷ നമ്മളെ രൂപപ്പെടുത്തുന്നുണ്ട്, നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നുണ്ട്. അവസാനമായി വിവർത്തനം, അത് ഒരു നവോത്ഥാന പ്രക്രിയയാണ്. നാരായണഗുരു സംവാദത്തിന് പോകുമ്പോൾ അദ്ദേഹത്തോട് സംവദിക്കാൻ വന്ന പണ്ഡിതൻ പറഞ്ഞു, നമുക്ക് സംസ്കൃതത്തിൽ സംസാരിക്കാം. ഗുരു പറഞ്ഞു, ഇവിടെ വന്നിരിക്കുന്നവർ ഭൂരിഭാഗം പേരും മലയാളിയാണ്, അവർക്ക് സംസ്കൃതം അറിയില്ല, നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. അതൊരു വിപ്ലവമാണ്, മാതൃഭാഷയിലേക്കുള്ള. ലോകചരിത്രത്തിൽ ഈ വിവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. മാർട്ടിൻ ലൂതർ ജർമ്മൻ ഭാഷയിലേക്ക്, ലാറ്റിനിൽ നിന്ന് ജർമ്മൻ ഭാഷയിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. സാധാരണക്കാർക്ക് ബൈബിൾ ലഭ്യമായി. അതുവരെ അൽമായരുടെ ജോലി ടു പ്രേ, ടു പേ, ടു ഒബേ, പ്രാർത്ഥിക്കാനും പണം കൊടുക്കാനും അനുസരിക്കാനും വിധിക്കപ്പെട്ടവർക്ക് ബൈബിൾ ലഭ്യമാവുകയാണ്. വൈക്ലിഫ് ഇംഗ്ലീഷിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തു. അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ മാർത്തോമ സഭയിലുണ്ടായിരുന്ന പാലാക്കുന്നത്ത് അബ്രാഹം മൽപ്പാൻ, അദ്ദേഹം ചെയ്യുന്നത് കുദാശകളെ സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലേക്ക്. ദേവഭാഷയായിരുന്ന സംസ്കൃതമല്ല, മലയാളത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ നവോത്ഥാന നായകരുണ്ട്. മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഒരാളുണ്ട്, സനാവുള്ള മക്തി തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് ഖുർആൻ വിവർത്തനം ചെയ്തവനാണ്. സാധാരണക്കാരനെ ലഭ്യമാക്കുന്ന രീതിയിലേക്ക് ഖുർആൻ വിവർത്തനം ചെയ്ത. അപ്പോൾ വിവർത്തനവും ഒരു നവോത്ഥാന പ്രക്രിയയാണ്. ദേവഭാഷയിൽ അഭിരമിച്ചിരുന്ന, ഉയർന്ന ജാതിക്കാർക്ക് മാത്രം ആക്സസ് ഉണ്ടായിരുന്ന, ലഭ്യമായിരുന്ന മതഗ്രന്ഥങ്ങളെ സാധാരണക്കാരൻ്റെ ഭാഷയിലേക്ക് കൊണ്ടുവരുവാൻ ഈ വിവർത്തന പ്രക്രിയ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. തുടങ്ങിയെടുത്ത് തന്നെ കാൾ ജാസ്പേഴ്സ് എന്ന ജർമ്മൻ ചിന്തകൻ പറയും, നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനവ സംസ്കാരം എന്ന അഗ്നിപർവ്വതം, അതിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചെന്നായ സ്വഭാവത്തിൻ്റെ ലാവ, അതിനെ സംസ്കാരത്തിൻ്റെ തൊലി കൊണ്ടും മൂടുന്നവനാണ് ചിന്തകനും സാഹിത്യകാരനും. നമ്പൂതിരിയും മനുഷ്യനാക്കിയതും പുലയനെ മൃഗത്തിൻ്റെ അവസ്ഥയിൽ നിന്നും മനുഷ്യതലത്തിലേക്ക് ഉയർത്തിയതും അതിനെ പ്രചോദിപ്പിച്ചതും ഈ സാഹിത്യകാരന്മാരാണ്. കുഴപ്പങ്ങളുണ്ട്, ഇല്ലെന്നല്ല, എങ്കിൽ പോലും കേരളം ഭ്രാന്താലയം എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ്റെ കാലത്ത് നിന്ന് ഒരു പൗരസമൂഹത്തിലേക്ക്, ജാതി സമൂഹത്തിൽ നിന്ന് പൗരസമൂഹത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവികർ കൊളുത്തിവെച്ച വഴിവിളക്കുകളാണ്. ഈ വഴിവിളക്കുകൾ കരിന്തിരി കത്തുമ്പോൾ അവിടെ എണ്ണയൊഴിച്ചതിനെ ആളിക്കത്തിക്കാൻ വീണ്ടും പൗരബോധത്തിൻ്റെ, സ്വാതന്ത്ര്യബോധത്തിൻ്റെ, സമത്വബോധത്തിൻ്റെ ബെഞ്ചുകളിരുത്തി എല്ലാവരെയും പഠിപ്പിച്ച ചാവറയച്ചനെ പോലെ നമ്മുടെ പൂർവ്വസൂരികൾ, അതിന് നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.